ഹലോ നമസ്കാരം, എല്ലാവർക്കും ദേവ്സ് കുക്കിംഗ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് ഞാൻ ഇന്നിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ വിഭവം മമ്മൂട്ടിക്ക് മാത്രമല്ല നമ്മുടെയും ഫേവറേറ്റ് ആവും, നോ ഡൗട്ട്. മാങ്ങയിട്ട് വെച്ച ഒരു അടിപൊളി ചെമ്മീൻ കറിയാണ് കേട്ടോ ഇതെങ്ങനെ റെഡിയാക്കുന്നു എന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ ഈ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ താമസിക്കേണ്ട, വീഡിയോ കണ്ടാലോ. അപ്പോൾ നമുക്കിത് തയ്യാറാക്കാൻ ഞാനൊരു മൺചട്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. സാധാരണ നമ്മുടെ വീട്ടിലേക്ക് മീൻ ചട്ടി. അപ്പോൾ അതിന് ഞാനൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. ഒരു 1/2 ടീസ്പൂൺ ഉലുവയാണ് ഞാനത് വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഇട്ട് കൊടുത്തത്. ഇനി ഒരു 2 ടീസ്പൂൺ നിറച്ച് വെളുത്തുള്ളിയും ചെറിയ തോതിൽ ഞാൻ ഇഞ്ചിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ടും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്കതിനെ മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിൽ വെളിച്ചെണ്ണ ആദ്യമേ ഒത്തിരി ഒഴിക്കേണ്ട കേട്ടോ, നമുക്ക് പിന്നെ കടുക് വറുക്കേണ്ടതുണ്ട്. ഇനി ഞാൻ ഒരു ബൗളിൽ നിറച്ച് ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് വഴറ്റുക. നമുക്കിതിന് സവാളയെക്കാളും ചെറിയ ഉള്ളിയാണ് നല്ലത് കേട്ടോ. അപ്പോൾ അതെന്തായാലും മസ്റ്റായിട്ട് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പ് കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്കൊരു ടൊമാറ്റോയും 2 പച്ചമുളകും കട്ട് ചെയ്തത് കൂടെ ഇട്ട് കൊടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം. അപ്പോൾ ഇതിന് ഞാൻ ഒഴിച്ച വെളിച്ചെണ്ണ പോരായെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ആവാം. ഞാൻ കാരണം ലാസ്റ്റിൽ വീണ്ടും കടുക് വറുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഒരല്പം കുറച്ചത് കേട്ടോ. ഇനി നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ആദ്യം ഇട്ട് കൊടുത്തത്, 1 ടീസ്പൂണോളം വേണം. അത് കഴിഞ്ഞിട്ട് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവുള്ള മുളകും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ, പക്ഷേ കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ കുറച്ച് കളർഫുള്ളാകും. ഇനി ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ, അത് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്ന സംഭവമാണ്. എന്തായാലും നിങ്ങൾ ചെയ്യുക. അധികം പുളിയില്ലാത്ത മാങ്ങയാണ്, അതൊരു കപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. ഈ മാങ്ങ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇത് വേകാനായിട്ട് നമുക്കൊരു 1/4 കപ്പ് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് വെള്ളം കൂടാതെ ഞാൻ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ 2ാം പാല് അതും ഒരു 1/4 കപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ വേണം നമുക്ക് ഈ മാങ്ങ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ചെമ്മീൻ ആഡ് ചെയ്യാം. അപ്പോൾ അതൊരു തിള വരണം കേട്ടോ. ഒരു 5 മിനിറ്റ് അതൊന്ന് തിളയ്ക്കുമ്പോഴേക്കും നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. എന്നിട്ട് നമുക്ക് ചെമ്മീൻ ആഡ് ചെയ്യാം. ചെമ്മീൻ അധികം വേഗില്ല, എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഞാൻ 500 ഗ്രാം ചെമ്മീനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ ചെമ്മീൻ കിട്ടുകയാണെങ്കിൽ ഈ പറഞ്ഞതിൻ്റെ അളവെല്ലാം 1 ഇരട്ടി കൂടെ നമുക്ക് കൂട്ടാം കേട്ടോ. അപ്പോൾ ഇത് തന്നെ മതിയാകും, 4 പേർക്ക് കഴിക്കാൻ ധാരാളം മതിയാകും. അപ്പോൾ ഇത് നമുക്കൊരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 7 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വേവിക്കുക. അതിന് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ. വേവിച്ചിട്ട് നമുക്കിനി 1ാം പാല് ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് 1ാം പാല് റെഡിയാക്കി വെച്ചിട്ടുള്ളത് ആഡ് ചെയ്ത് കൊടുക്കുക. അതൊരു കപ്പാണ് ഞാൻ ചേർക്കുന്നത്. 1ാം പാല് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട. വീണ്ടും നമുക്കൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്കിതുപോലെ തവി കൊണ്ട് ഇളക്കാതെ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിലാക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അതേ നോക്കി, നല്ല തിളയും നല്ലൊരു ഫ്ലേവറും വരുന്നുണ്ട് കേട്ടോ. നമുക്കിനി ഇതിന് വേറൊന്നും ചെയ്യാനില്ല, കടുക് വറുത്തിടുക, അത്രയേ ഉള്ളൂ. അതിന് ഞാനൊന്ന് മാറ്റിയിട്ട് കടുക് വറുക്കുകയാണ്. സാധാരണ നമ്മൾ കടുക് താളിക്കുന്ന പോലെ തന്നെയാണ്. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്, അതിന് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇതിന് കോക്കനട്ട് ഓയിൽ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അപ്പോൾ നാടൻ വിഭവങ്ങളാകുമ്പോൾ ഞാൻ ഇതിനു മുന്നേ നിങ്ങൾക്ക് ഇതുപോലെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, കോക്കനട്ട് ഓയിലിൽ കടുക് വറുക്കുന്നതിൻ്റെ ആ ടേസ്റ്റിനെ പറ്റി. അപ്പോൾ 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. ഇനി അതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച ചെറിയ ഉള്ളിയും 2 വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ നമുക്ക് ധാരാളം ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും മെൻഷൻ ചെയ്യാറുണ്ട്, കറിവേപ്പില ചേർക്കുമ്പോഴുള്ള കറിയുടെ ടേസ്റ്റ് അതെല്ലാ വീട്ടമ്മമാർക്കും അറിയായിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ചെമ്മീൻ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മമ്മൂക്കയ്ക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. ഇത് അങ്ങനത്തെ ഒരു ടേസ്റ്റാണ് ഇതിന്. നിങ്ങൾ എന്തായാലും ഇത് തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ചെമ്മീൻ കിട്ടുമ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യും. അപ്പോൾ ഇതിന് കോമ്പിനേഷനായിട്ട് നിങ്ങൾക്ക് എന്ത് വേണോ കഴിക്കാം. ചൂട് ചോറാവാം, പുട്ടാകാം, എന്ത് വേണോ. അപ്പം ഞാൻ കേട്ടിട്ടുള്ളത് മമ്മൂക്ക പുട്ടിൻ്റെ ഒപ്പമാണ് ഇത് ഏറ്റവും ഇഷ്ടത്തോടെ കഴിക്കുന്നതെന്ന്. അദ്ദേഹം കഴിക്കുന്നത് ഓട്സിൻ്റെ പുട്ടാണ് കേട്ടോ. ഞാനിവിടെ സാധാരണ പുട്ടാണ് റെഡിയാക്കിയിട്ടുള്ളത്. പുട്ടും ഈ ചെമ്മീൻ കറി ഒരു പ്രത്യേക കോമ്പിനേഷനാണ്. അതല്ലാതെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ ഇത് കഴിക്കാം കേട്ടോ. ഇത് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോഴേ അതിൻ്റെ ആ കളർ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കറിയുടെ ടേസ്റ്റ് എത്രയാണെന്നല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, നല്ല രുചിയുള്ള കറി കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇനി അടുത്ത പ്രാവശ്യം ഈ ചെമ്മീൻ കിട്ടുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള നല്ല വിഭവങ്ങളുമായി വീണ്ടും കാണാം. സ്റ്റേ സേഫ് ആൻഡ് ഗുഡ് ബൈ.